ഹലോ ഗൈസ്, വെൽക്കം ടു മൾട്ടിടെക്. നമുക്കിന്നിവിടെ 7.1 ക്ലാസ് ഡി ആംപ്ലിഫയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി എടുത്തിരിക്കുന്നത് ഒരു സെൻറ്റർ ടാപ്പ്ഡ് 30 വോൾട്ട് 12 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. 50 വാട്ട്സ് ക്ലാസ് ഡി സ്റ്റീരിയോ ബോർഡ് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ നോബ്, പിന്നെ വോളിയം കൺട്രോളർ. നെക്സ്റ്റ് വേണ്ടത് കൂളിംഗ് ഫാനാണ്. DC കൂളിംഗ് ഫാനാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായ കണക്റ്റേഴ്സ്, അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം വേണം. 40 വാട്ട്സിൻ്റെ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ നമ്മൾ ചെക്കിങ്ങിൻ്റെ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗെയിൻ കൺട്രോളർ ബോർഡാണ്. RB+ തന്നെ ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡ്. അതുപോലെ തന്നെ 120 വാട്ട്സിൻ്റെ ഡുവൽ ചാനൽ സെൻറ്റർ സ്പീക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായ പവർ സപ്ലൈ, ക്ലാസ് ഡി ബോർഡുകൾക്ക് ആവശ്യമായ പവർ സപ്ലൈ ആണ്. നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് സബ്വൂഫർ ബോർഡിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് റെക്ടിഫയർ ഉണ്ടാക്കാൻ ആവശ്യമായ G-Techൻ്റെ ഒരു ബോർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്വൂഫർ ബോർഡ്. RB+ 400 വാട്ട്സിൻ്റെ സബ്വൂഫർ ബോർഡാണിത്. ക്ലാസ് ഡി ബോർഡുകൾക്ക് SMPS ഓർ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ലോങ് ലൈഫ് കിട്ടുന്നത് ട്രാൻസ്ഫോമറുകൾക്കായിരിക്കും. ഇത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ടാണ്. ഇതിനകത്ത് 30-013 ഉണ്ട്, 12-012 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5 വോൾട്ടും ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചെക്കിങ്ങിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും 14 വാട്ട്സ് ഫുൾ റേഞ്ച് സ്പീക്കർ. JBLൻ്റെ 1500 വാട്ട്സ് പീക്ക് സൗണ്ട് വരുന്ന ഒരു സബ്വൂഫറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 12 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ബാസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മൾ ഈ സബ്വൂഫർ വാങ്ങുമ്പോൾ 1500 വാട്ട്സ് നോക്കുന്നത്, അതിൻ്റെ പീക്ക് സൗണ്ട് ആയിരിക്കും നോക്കുന്നത്. ഇത് 325 വാട്ട്സാണ് ഇതിൻ്റെ പീക്ക് സൗണ്ട് വരുന്നത്. നമ്മുടെ ബോർഡ് 400 വാട്ട്സാണ്. 400 വാട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്നത് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ബോർഡിന് നല്ലത്. ഇതതിൻ്റെ വാറണ്ടി കാർഡ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ബോക്സിൻ്റെ സൈസ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വരെയും ഇതിൽ നമുക്ക് വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഗെയ്സ്, നമ്മുടെ ആംപ്ലിഫയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അഡീഷണലായിട്ട് DSP കിറ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആംപ്ലിഫയറിൽ നിന്ന്. Thank you for watching Multitech channel.